ഹായ് ഓൾ, നമ്മൾ ഈ കാണുന്നതാണ് ഗുജറാത്തി താലി സെർവിങ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉച്ചയൂണിന് വേണ്ടി വീട്ടിലെ ഊണ് ഇവിടെ ലഭിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടയിൽ കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ഒരു നാക്കല കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഗുജറാത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു കിണ്ണം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുജറാത്തി താലി ഇതർ മിലേക. അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താണ്, ഉച്ചയൂണ് ഇവിടെ കിട്ടും എന്ന് നമ്മൾ കിട്ടുന്ന അതേ ഫീലാണ് ഗുജറാത്തികൾക്ക് ഇത് കാണുമ്പോഴുള്ള ഫീല്. ഇവിടെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഫ്രണ്ടിൽ ഒരു വലിയൊരു കിണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പൂക്കളട്ട ഫീല് നമുക്ക് ഉണ്ടാക്കും. അവർ ആദ്യം നടുവിലൊരു പപ്പടം വെക്കുക, അതിന് 4 പുറം ഈ പറഞ്ഞ പോലെ കുറേ കഠോരികൾ വെക്കും. അതിൽ കളർഫുൾ ആയിട്ടുള്ള കുറേ ഡിഷസ് കൊണ്ട് വെക്കും. ആദ്യം ആല് വെക്കും, പിന്നെ പരിപ്പ്, പിന്നെ പനീർ, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ അതുപോലെ ബിണ്ടി, അങ്ങനെ ഇഷ്ടംപോലെ കറികൾ അവർ കൊടുത്തു തരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അപ്പുറത്ത് ഒരു ലോഡ് സ്പൂൺ വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്പൂണ് പോരാ ശരിക്കും ഇതൊന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ സംബന്ധിച്ച് സ്പൂണിൻ്റെ എണ്ണം ഓക്കെ, പക്ഷെ അപ്പുറത്ത് എന്തിനാണ് ഇത്രയും ഗ്ലാസ്സുകളെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പായസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ വെള്ളം കിട്ടില്ല, ഒരു വലിയൊരു മൊന്തയിൽ നിറയെ മോരുമുള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഉപ്പിട്ടിട്ടുണ്ടാവില്ല, ഉപ്പ് നമ്മുടെ ചോയ്സാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു റെക്ടാങ്കിൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും, അതിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതെന്താണെന്നറിയോ, അതിൽ മിർച്ചിയുണ്ട്, അതുപോലെ ഉപ്പുണ്ട്, സാലഡ് ഉണ്ട്, വെണ്ടയ്ക്ക തോരനുണ്ട്, അതുപോലെ കാബേജ് തോരനുണ്ട്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതുപോലെ ഇതെല്ലാം അൺലിമിറ്റഡ് ആണ്. എത്ര വേണേ ചപ്പാത്തി തരും, എത്ര വേണേ ചോറ് തരും, എത്ര വേണേ കറികൾ തരും, എത്ര വേണേ പായസം തരും, എല്ലാം അൺലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ എത്ര വേണേ ഗ്ലാസും തരും, എത്ര വേണേ സ്പൂണും തരും, എത്ര വേണേ പ്ലേറ്റും തരും. അതാണ് അവിടുത്തെ ഒരു ഇത്. അപ്പോൾ ഇതാണ് ഗുജറാത്തി താലി.